ദിവസം തന്റെ റിലേറ്റീവിന്റെ വീട്ടില് ഫാമിലി ഫംഗ്ഷന് പോയി തിരിച്ചു വന്ന ഒരു പെണ്ണിനെ 4-5 പയ്യന്മാര് നാട്ടു റോട്ടി വെച്ച് ആരെയും ഭയക്കാതെ അവളെ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് പിറ്റേ ദിവസം നേരം വെളുക്കുന്നവരെ ക്രൂരമായി റേപ്പ് ചെയ്യാണ്. അതിനുശേഷം ഒരു എവിഡൻസും വെക്കാതെ അവളെ റെയിൽവേ ട്രാക്കില് ഡ്രസ്സ് പോലും ഇല്ലാതെ ഉപേക്ഷിച്ചു പോകുന്നു. പിന്നീട് ആ കേസ് അന്വേഷിച്ച് അതിന് നീതി വാങ്ങി കൊടുക്കാനായിട്ട് നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. അവസാനം ഈ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടുണ്ടാവോ, അത് കോടതി വഴി തന്നെ ലഭിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ പറഞ്ഞ ഒരു സൂപ്പർ മൂവിയാണ് അസി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാ പെണ്ണുങ്ങളും മാത്രമല്ല എല്ലാ ആണുങ്ങളും ഈ ഒരു മൂവി കാണാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനത്തെ ഒരു ക്രൂരതക്ക് എന്തൊക്കെ നിയമ നടപടികൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ നമ്മുടെ ചാനലിന് കുറച്ച് റീച്ച് കിട്ടാനായിട്ട് നിങ്ങൾ എന്തായാലും ആ ലൈക്ക് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. മൂവിയുടെ തുടക്കം തന്നെ മുംബൈയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ രക്തത്തിൽ കുളിച്ച് പാതി ഡ്രസ്സ് മാത്രമായിട്ട് ഒരു സ്ത്രീ വീണ് കിടക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ പോലീസ് അവിടേക്ക് എത്താണ്. അവരെല്ലാവരും കൂടി വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവളെ പരിശോധിച്ച ഡോക്ടർ ആകെ ഷോക്ക് ആവാണ്. കാരണം ഏകദേശം 4-5 പേര് അവൾ ഒരുപാട് വട്ടം റേപ്പ് ചെയ്തിട്ടുണ്ട്, അതും ക്രൂരമായിട്ട്, എന്തോ മത്സരം പോലെ. അത് മാത്രല്ല ആ റേപ്പ് ചെയ്യുന്ന സമയത്തും ആ ഒരു പെൺകുട്ടിയെ അവര് ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. മുഖമെല്ലാം അടിച്ച് വികൃതാക്കി മനസ്സിലാവാത്ത രൂപത്തില് ആക്കി വെച്ചേക്കാണ്. ഇപ്പൊ നേരെ പാരിമയുടെ ആ ലൈഫിലേക്ക്, അവളുടെ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഫാമിലി ലൈഫിനെ കുറിച്ച് പറയാണ്. അവൾക്ക് ഒരു ഹസ്ബൻഡും ഒരു മകനുമാണ് ഉള്ളത്. ഒരു 8 വയസ്സുള്ള കുട്ടി. സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു ഫാമിലി. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല സ്നേഹത്തോടു കൂടി മകനെ നോക്കി ഇങ്ങനെ പോവാണ്. ഹസ്ബൻഡ് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. പാരിമ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. ഡെയിലി പാരിമയുടെ ഹസ്ബൻഡ് അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോ തന്റെ കുട്ടിയെ സ്കൂൾ ബസ് കയറ്റിക്കൊടുത്ത് വൈഫിനെ അവളുടെ ജോലി സ്ഥലത്താക്കി അവന്റെ ഫ്രണ്ട് കാർത്തിക്കിന്റെ കൂടെ ഒന്നിച്ചാണ് അവൻ ജോലി സ്ഥലത്തേക്ക് പോവാറ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പാരിമ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നല്ലോ. അവൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് അവളുടെ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പാരിമ അവളുടെ റിലേറ്റീവ്സിന്റെ ആരുടെ കല്യാണം അടുത്ത ആഴ്ച ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിന്റെ പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അവിടെ പാരിമ നല്ല ഹാപ്പി ആയി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. തന്റെ ഭാര്യ ഭയങ്കര സന്തോഷത്തോടുകൂടി അവളുടെ കുടുംബക്കാരോടൊപ്പം ആ ഒരു ഫംഗ്ഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു ദൂരെ നിന്ന് അവളുടെ ഹസ്ബൻഡ് കാണുന്നുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് പകുതിക്ക് വെച്ച് അവള് ഹസ്ബൻഡിന്റെ കൂടെ വരാനായിട്ട് പോവാണ്. അപ്പൊ ഹസ്ബൻഡ് പറയാണ്, ഇപ്പോഴാണ് നീ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഞാൻ കാണുന്നത്. പാർട്ടി നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് വന്നാ മതി, കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ തന്നെ നിന്ന് പാർട്ടി അവസാനിച്ചിട്ട് വന്നാൽ മതി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ഹസ്ബൻഡ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പാരിമ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റിലാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവളും ആ ഒരു ടൈമിൽ വീട്ടിൽ പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു വൈറ്റ് കളർ കാർ അവളെ ഫോളോ ചെയ്ത് വരുന്നത് അവള് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഫോളോ ചെയ്ത് വരുന്ന കാറിനെ കണ്ടതും പാരിമ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് നോക്കുന്നുണ്ട്. അവളുടെ ഫോൺ ബാഗിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു മിനിറ്റ് പോലും ടൈം കൊടുക്കാതെ ആ കാറിൽ നിന്ന് ഏകദേശം 4 പേര് പുറത്തിറങ്ങി ബലം പ്രയോഗിച്ച് പാരിമയെ കാറിനുള്ളിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവളും കുതറി മാറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ഈ 4 പേരും കൂടി അവളെ വലിച്ച് കാറിൽ കയറ്റുന്നതിന്റെ ഇടയിൽ അവൾ ഇട്ടിരുന്ന പാവാട ബലം പ്രയോഗിച്ച് ഊരിയെടുത്ത് ആ റോട്ടിൽ തന്നെ ഉപേക്ഷിച്ച് അവളെ കാറിനുള്ളിലേക്ക് കയറ്റി വേഗം തന്നെ ആ കാറും എടുത്ത് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ വീട്ടില് കുട്ടിയായിട്ടിരിക്കുന്ന അവളുടെ ഹസ്ബൻഡിനെയാണ് കാണിക്കുന്നത്. കുട്ടിയെ വേഗം തന്നെ ഉറക്കിയിട്ട് ഭാര്യ ഇതുവരെ വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഫോൺ എടുത്ത് അവളെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവള് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പാരിമയുടെ അവസ്ഥ എന്താണെന്നാണ് കാണിക്കുന്നത്. കാറിൽ ഉണ്ടായിരുന്ന 5 പേരും ഡ്രൈവർ അടക്കം ഭയങ്കര ക്രൂരതയോടുകൂടി തന്നെ ഒരു ദയം കാണിക്കാതെ കുട്ടികൾക്ക് അമ്മയാണെന്ന് പോലും നോക്കാതെ പാരിമയെ പിൻ സീറ്റിൽ വെച്ച് ഓരോരുത്തർ പോയി അവളെ പീഡിപ്പിക്കുന്നുണ്ട്. അതിലൊരുത്തൻ വീഡിയോ എടുത്ത് കണ്ട് രസിക്കുന്നുമുണ്ട്. ഈ കാറിൽ വെച്ച് തന്നെ ഇവർ ഇത്രയും ക്രൂരമായി പെരുമാറുന്ന സമയത്ത് അവളുടെ ഭർത്താവ് അവൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫോൺ പോലും അറ്റൻഡ് ചെയ്യാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. കാരണം ഇവരെല്ലാവരും ചേർന്ന് അവളുടെ മുഖം അടിച്ച് ഒരു മിനിറ്റ് പോലും ഗ്യാപ്പ് കൊടുക്കാതെ പല പ്രാവശ്യം റേപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രി മുഴുവൻ അവര് മാറി മാറി അവളെ റേപ്പ് ചെയ്ത് നേരം പുലരാനായപ്പോഴാണ് അവളെ കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിലിട്ട് ആ കാറ് വാഷ് ചെയ്ത് അവർക്കറിയാവുന്ന ഒരു കടയിൽ കയറി അവരിട്ടിരുന്ന ഡ്രസ്സ് എല്ലാം മാറ്റിയതിനു ശേഷം അത് ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ച് എല്ലാ എവിഡൻസും നശിപ്പിച്ച് കളഞ്ഞ് അവര് എസ്കേപ്പ് ആവുന്നത്. പിറ്റേ ദിവസം വെളുപ്പിന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പാരിമയെ കണ്ട നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. രാത്രി മുഴുവനായിട്ട് വൈഫ് വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ ഹസ്ബൻഡും എല്ലായിടത്തും അവൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോഴാണ് അവനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് അവന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഒരു ബോധവും ഇല്ലാതെ തന്റെ ഭാര്യ വല്ലാത്തൊരു അവസ്ഥയില് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കണ്ട ആ ഒരു ഭർത്താവും ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നുണ്ട്. പാരിമയുടെ 8 വയസ്സ് മാത്രം പ്രായമുള്ള മകന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അമ്മക്ക് എന്താണ് പറ്റിയത്, അമ്മയോട് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നറിയാതെ ഒന്നും മനസ്സിലാകാത്ത വയസ്സില് ആ ഒരു ചെറിയ കുട്ടി തന്റെ അമ്മയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പോലീസുകാരി ഈ ഒരു കേസ് സീരിയസ് ആയിട്ട് തന്നെ
ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ആദ്യം തന്നെ അവർക്ക് ആ ഒരു വൈറ്റ് കളർ കാർ കിട്ടുന്നുണ്ട്. ആ ഒരു കാർ ആരുടേതാണ്, ആരാണ് ഇത് അവിടെ കൊണ്ട് വെച്ചത്, ഇതെല്ലാം അന്വേഷിച്ച് പാരിമയെ റേപ്പ് ചെയ്ത ആ 4 പേരെയും ഓരോരുത്തരായി പോലീസുകാര് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പോലീസുകാരും അവരെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോവാണ്. എന്നാൽ അതിൽ ഒരാൾ പോലും സത്യം തുറന്നു പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ അവർക്കെതിരെ സോളിഡ് ആയിട്ട് ഒരു എവിഡൻസ് പോലും പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഈ പയ്യന്മാരിയ്ക്കുന്നത്. ഇങ്ങനെ ഈ കേസ് ഒരു വശത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു വശത്ത് ഈ ഭാര്യയുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറില് കാർത്തിക് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവനും പാരിമയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അവന്റെ മനസ്സിലും ശരിക്കും ഒരു വിഷമം ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് മാസങ്ങൾക്ക് മുന്നേ ഇവന്റെ വൈഫ് റോഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറില് ഒരാൾ വന്നിട്ട് അവളെ ഇടിച്ചിടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആക്സിഡന്റില് ആ വൈഫ് കിടപ്പിലായേക്കാണ് ഇന്നേ വരെ എഴുന്നേറ്റിട്ടില്ല. ആ ഒരു കേസും ഇപ്പോ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആക്സിഡന്റ് ഉണ്ടാക്കിയ കാറ് ഒരു വലിയ പണക്കാരൻ്റെതായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അയാള് എസ്കേപ്പ് ആയി പോകുന്നുണ്ട്. ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു ദേഷ്യവും ഇതെല്ലാം കാർത്തികിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതുപോലെ അവന്റെ ഫ്രണ്ടിന്റെ വൈഫായ പാരിമയെ വെറി പിടിച്ച് ഈ മൃഗങ്ങളായ 4 പേരെ ഇങ്ങനെ നശിപ്പിച്ചു പോയത് ആലോചിച്ച് അവനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പാരിമയുടെ ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ 4 പയ്യന്മാരെയും കോടതിയിലേക്ക് കൊണ്ടുപോകാണ്. പാരിമയ്ക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്ന ആ ഒരു പെണ്ണാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ ആയിട്ടുള്ള റാവി. കോടതിയിലെ കേസ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4 പയ്യന്മാരിൽ ഒരു പയ്യന്റെ അച്ഛന് ഈ കേസ് എങ്ങനെയെങ്കിലും ജയിച്ച് തന്റെ മകനെ പുറത്തു കൊണ്ടുവരുന്നെന്ന് കരുതിയിട്ട് ഒരു വലിയ വക്കീലിനെ തന്നെ ഏർപ്പാടാക്കുന്നുണ്ട്. ആ ഒരു വക്കീലും ഭയങ്കരമായിട്ട് ന്യായങ്ങളൊക്കെ സംസാരിച്ച് ആ 4 പയ്യന്മാരെയും പുറത്തിറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയും വിട്ടുകൊടുക്കുന്ന ഒരു ലക്ഷണം ഉണ്ടായില്ല. ഈ പയ്യന്മാരെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഇനിയും ടൈം വേണം. ഹോസ്പിറ്റലില് വിക്ടിമിന്റെ അവസ്ഥ വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിക്ടിം കോൺഷ്യസ് ആവുന്നതിന് മുമ്പ് ഈ പ്രതികളെ വിടാൻ പാടില്ല എന്നെല്ലാം ഹീറോയിൻ പറഞ്ഞുകൊണ്ട് സ്റ്റേ വാങ്ങിക്കുന്നുണ്ട്. വേറൊരു വശത്ത് പോലീസുകാരും ഈ പയ്യന്മാർക്കെതിരായിട്ട് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പാരിമ കുറച്ചീശെ റിക്കവർ ആയി വരുന്നുണ്ട്. പോലീസ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് എന്താണ് നടന്നതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അവൾ അനുഭവിച്ച ആ ക്രൂരത ഒന്നൊന്നായി അവൾ വിവരിക്കാനായിട്ട് തുടങ്ങുമ്പോ കേട്ടോണ്ടിരിക്കുന്ന അവര് പോലും ഷോക്ക് ആവാണ്. ഒരു പെണ്ണിന് ഇതുപോലെ ഒരു അവസ്ഥ ഇനി വരരുത്, അതിന് ഈ ഒരു കേസ് ഉദാഹരണമായിരിക്കണം. തെറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഭയപ്പെടണം. അത്രയും കഠിനമായ ശിക്ഷ തന്നെ അവർക്ക് വാങ്ങി കൊടുക്കണമെന്ന് കരുതി ഒരു വശത്ത് ആ പോലീസുകാരെ സ്ട്രോങ് ആയി എവിഡൻസ് തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോൺഷ്യസ് ആയി വന്ന പാരിമ ആ കാറിൽ ഉണ്ടായിരുന്നത് 4 പേരല്ലാന്നും ഡ്രൈവർ അടക്കം 5 പേരാണെന്നും ഡ്രൈവറും എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ പാരിമ അവൾ അനുഭവിച്ച ക്രൂരത കൊണ്ട് തന്നെ ട്രോമാറ്റിക് സ്റ്റേജിലേക്ക് പോവാണ്. അവൾക്ക് രാത്രി ഉറക്കം വരുന്നേ ഇല്ല. ഈ ഓർമ്മകള് അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഉറക്കത്തിൽ അവൾ ഞെട്ടി എണീറ്റോണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം അവളെ ആശ്വസിപ്പിക്കാനായിട്ട് അവളുടെ ഭർത്താവ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിന്റെ ജീവിതവും നശിപ്പിച്ചിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ അവര് നടക്കാണ് എന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ട്. അങ്ങനെ കോടതിയിലെ ഹിയറിംഗ് ദിവസം വരാണ്. ആ പയ്യന്മാർക്കെതിരെ സോളിഡ് ആയ എവിഡൻസ് ഒന്നും ആർക്കും സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഈ പയ്യന്മാരെ എങ്ങനെയെങ്കിലും പുറത്തറിക്കണം എന്ന് കരുതിയിട്ട് നിയമപരമായിട്ടുള്ള ഓരോ കുത്തും കോമയും ആ എതിർഭാവം വക്കീല് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ആയിട്ട് സംഭവം നടന്ന ഈ ഒരു ദിവസം ഈ 4 പയ്യന്മാരും ഒരു മാരേജ് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചെടുത്ത ഫോട്ടോസ് എല്ലാം തെളിവായി കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവരാണ് ഈ ഒരു ക്രൈം ചെയ്തത് എന്നുള്ളതിന് യാതൊരുവിധ തെളിവും ഉണ്ടായിരുന്നില്ല. സോ ഈ പയ്യന്മാർക്ക് ബെയിൽ കൊടുത്തേ പറ്റൂ എന്ന് എതിർഭാഗം വക്കീല് വാദിക്കുന്നുണ്ട്. ജഡ്ജും ആ പയ്യന്മാർക്ക് ബെയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ തെറ്റ് ചെയ്തിട്ടും ഒന്നും നടക്കാത്ത പോലെ ആ 4 പയ്യന്മാരും പുറത്തിറങ്ങാണ്. പക്ഷെ ഇവര് അന്ന് രാത്രി പാരിമക്ക് കൊടുത്ത ആ ഒരു ട്രോമ അവളെ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ റാവി എങ്ങനെയെങ്കിലും പാരിമക്ക് നീതി വാങ്ങി കൊടുക്കണം എന്ന് കരുതിയിട്ട് ഈ ഒരു കേസിൽ അവള് ഭയങ്കരമായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 4 പയ്യന്മാരില് ഒരുത്തന്റെ അച്ഛനാണ് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ മുടക്കി ഇന്ത്യയില് ഒരു വലിയ വക്കീലിനെ തന്നെ വെച്ച് തന്റെ മകനെ പുറത്തു കൊണ്ടുവന്നത്. ആ ഒരു അച്ഛനും തന്റെ മകനെ കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയതിനു ശേഷം ഒരു ഗണ്ണെടുത്ത് അച്ഛന്റെ തലയിൽ തന്നെ വെച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്നതിനും ഭേദം ഞങ്ങൾ അങ്ങോട്ട് കൊന്നു കളയുന്നതാണെന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ആ ഒരു പയ്യന്റെ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ, അവൻ അതിന് ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ എന്ന്. എന്നാ ഒരു അച്ഛന് ഇവനാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ആ ഒരു പെണ്ണിനെ ഇവന്റെ കൂട്ടുകാരുടെ കൂടെ കൂടി നശിപ്പിച്ചത് ഇവനും കൂടിയാണ്. പല ആൾക്കാരുടെ വായിലും പൈസ കുത്തി തിരികിട്ടാണ് ഞാനിപ്പോ ഇവനെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട അമ്മ ആകെ ഷോക്ക് ആവാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മളുടെ മകനല്ല വലുത്. അവനിപ്പോ 19 വയസ്സാകുന്നുള്ളൂ. ഇങ്ങനെ ഒരു കേസില് അവൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം തന്നെ നശിച്ചു പോകും. സോ ഇവനെ പുറത്തു കൊണ്ടുവരാൻ നമ്മ തന്നെ നോക്കണമെന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബെയില് വന്ന ആ ഒരു ദിവസം തന്നെ ആ 4 പയ്യന്മാരില് ഒരുത്തൻ ഇത്രയും സിമ്പിൾ ആയിട്ട് ഈ ഒരു കേസിൽ നിന്ന് പുറത്തു വന്നു. ഇനി ഈ കേസ് തള്ളി പോകുള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്പോട്ടിൽ ഒരാള് ഒരു കടുത്ത കൊടയായി വന്ന് CCTV ക്യാമറ
ക്യാമറയിൽ അവന്റെ മുഖം വരാത്ത രീതിയിൽ ആ ചുറ്റി നടക്കുന്ന പയ്യനെ ഒരു ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് അവിടെ തന്നെ കൊന്നിടുന്നുണ്ട്. അടുത്ത ദിവസം ഈ ഒരു വിഷയം ആ ഏരിയയിൽ മൊത്തം ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആവാണ്. ദ അംബ്രല്ല മാൻ ഒരു ഹീറോ പെൺകുട്ടികളെ നശിപ്പിക്കുന്നവരുടെ ജീവിതം ഇങ്ങനെ വേണം അവസാനിപ്പിക്കാനായിട്ട് കോടതി കേസ് ശിക്ഷ എന്നും പറഞ്ഞ് ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിൽ ഒരു പ്രയോജനവും ഇല്ല. ഈ അംബ്രല്ല മാൻ ചെയ്തതുപോലെ അവരെ എല്ലാം കൊന്നു കളയണം. ഇങ്ങനെയെല്ലാം നാട്ടുകാര് വീഡിയോസ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വലിയ ന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഹീറോയിൻ കാണുന്നുണ്ടായിരുന്നു. നാട്ടിൽ എന്താണ് ഈ നടക്കുന്നത്? ഒരു വശത്ത് ഒരു കുറ്റബോധവും ഇല്ലാതെ പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന പയ്യന്മാരും അതിനെതിരെ റിയാക്ട് ചെയ്യുന്ന പോലെ പട്ടിയെ പോലെ മനുഷ്യരെ കൊന്നു കളയുന്ന ആൾക്കാരും. ഇതെല്ലാം എവിടെ പോയി അവസാനിക്കാനാണ് പോകുന്നത്? ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു കൺഫ്യൂഷനില് ഹീറോയിനും വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഹീറോയിന് ന്യായമായ രീതിയിൽ പാരിമയ്ക്ക് എങ്ങനെയെങ്കിലും നീതി വാങ്ങി കൊടുക്കണമെന്ന് കരുതി കോടതിയെ മാത്രം വിശ്വസിച്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 4 പയ്യന്മാരില് വേറെ ഒരു പയ്യൻ പാർട്ടിക്കായിട്ട് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇതേ അംബ്രല്ല മാൻ വന്ന് ആ ഒരു പയ്യനെയും വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇങ്ങനെ ഒരു കറുത്ത കുട ഉപയോഗിച്ച് അവന്റെ മുഖം CCTV ക്യാമറയിൽ കാണാത്ത വിധത്തില് പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന ഓരോരുത്തരെയും കൊന്നു കളയുന്ന ആ ഒരു അംബ്രല്ല മാനിനെ കുറിച്ച് നാട്ടുകാർക്കിടയിൽ വലിയ സംസാരം ഉണ്ടാവാണ്. എന്നാൽ ഇതെല്ലാം കണ്ട ഹീറോയിൻ ഇതിനൊട്ടും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഒരു ക്രൈമിന് മറ്റൊരു ക്രൈം ശരിയല്ലെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു പെണ്ണായിരുന്നു ഹീറോയിൻ. അതുകൊണ്ട് തന്നെ അവളും ഈ അംബ്രല്ല മാൻ ആരാണ്, അവനെ ആദ്യം കണ്ടുപിടിക്കണമെന്ന് കരുതിയിട്ട് അയാളെ സ്പോട്ട് ചെയ്ത ആ ഒരു CCTV ഫോട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആരാണ് ഈ ഒരു അംബ്രല്ല മാൻ എന്നുള്ള ആ ഒരു ടെസ്റ്റ് നമുക്ക് റിവീൽ ആവുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, പാരിമയുടെ ഭർത്താവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കാർത്തിക്കായിരുന്നു. അവന്റെ മുഖം കൊട വെച്ച് മറച്ചിട്ടാണ് അവൻ പാരിമ റേപ്പ് കേസിലെ പ്രതികളായിട്ടുള്ള ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാല് അവന്റെ ഭാര്യക്ക് ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു പണക്കാരന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ അവനും ഈസി ആയിട്ട് രക്ഷപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാണ് എല്ലാ തെറ്റും ചെയ്ത് പൈസ ഉണ്ടെന്നുള്ള ഒരു പേരിൽ പുറത്ത് ചുറ്റി നടക്കുന്ന ഈ പയ്യന്മാരെ ജീവനോടെ വിടരുത് എന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം അവൻ ചെയ്യുന്നത്. ഹീറോയിൻ റാവി കാർത്തികിനെ കാണാനായിട്ട് പോയിട്ട് ഈ കൊലകളെല്ലാം ചെയ്യുന്നത് നീയാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ നീ കൊലകൾ ചെയ്ത് എന്ന് കരുതിയിട്ട് ഇതെല്ലാം മാറുമെന്ന് കരുതുന്നുണ്ടോ? ഓരോ 20 മിനിറ്റിലും ഇന്ത്യയിൽ ഓരോ മുക്കിലും ഓരോ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ 20 മിനിറ്റിലും നിങ്ങൾക്ക് ഓരോരുത്തരെ കൊല്ലേണ്ടതായിട്ട് വരും. അത് നിന്നെ കൊണ്ട് കഴിയോ? ഉറപ്പായിട്ടും കഴിയില്ല. അതുകൊണ്ട് ഒരു ക്രൈമിന് വേറൊരു ക്രൈം അവസാനിക്കാതെ പോകുള്ളൂ. പ്ലീസ് പോലീസിന്റെ അടുത്ത് പോയിട്ട് സറണ്ടർ ആവാനായിട്ട് ഹീറോയിൻ കാർത്തിക്കിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. കാർത്തിക്കും ഹീറോയിൻ പറഞ്ഞതിനെ കുറിച്ചൊന്ന് ആലോചിച്ചതിന് ശേഷം അതും ഒരു ന്യായമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയിൻ ഈ അംബ്രല്ല മാനിനെതിരെ സംസാരിച്ചതൊക്കെ വൈറൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരാള് ഹീറോയിന്റെ മുഖത്ത് കറുപ്പ മഷി ഒഴിച്ചിട്ട് പോകുന്നുണ്ട്. അതായത് അവള് പറഞ്ഞതിനോട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ കറുപ്പ് അവളുടെ മുഖത്ത് വെച്ചേക്കാണ്. ആ ഒരു കറുപ്പ് മഷി കൊണ്ട് തന്നെ ഹീറോയിൻ കോടതിയിൽ പോയി വാദിക്കുന്നുണ്ട്. ഹീറോയിൻ എങ്ങനെയെങ്കിലും പരിമ കേസ് വിജയിക്കാൻ വേണ്ടി എവിഡൻസ് തപ്പി നടക്കുന്ന സമയത്താണ് ഒരു ജിമ്മിന്റെ CCTV ക്യാമറയില് റേപ്പ് ചെയ്ത ആ ഒരു 4 പയ്യന്മാര് അവരുടെ ഡ്രസ്സ് മാറ്റാനായിട്ട് ഒരു കടയിലേക്ക് കയറുന്നില്ലേ, ആ ഒരു വീഡിയോസ് അവൾക്ക് തെളിവായിട്ട് ലഭിക്കുന്നത്. ഇതൊരു വലിയ എവിഡൻസ് ആണെങ്കിലും ഇതിലും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്ടിം ആയിട്ടുള്ള പാരിമയെ കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇവളെ റേപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു 5 പേര് എന്തൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് എന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അവള് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരെന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ച് ഒരു ക്രോസ് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അവളുടെ മുഖം അടിച്ച് ചതച്ച് ഒരു പാതി മുറിവാക്കി വെച്ചിരിക്കുന്നത് കോടതിയിൽ വെച്ച് പാരിമ ജഡ്ജിന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത്രയും ക്രൂരതകൾ അനുഭവിച്ച് ഒരു കോടതിയിൽ വന്ന് നീതി വേണമെന്ന് പാരിമ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പയ്യന്മാർക്ക് അനുകൂലമായിട്ട് വാദിക്കുന്ന ആ ഒരു വക്കീല് പാരിമയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു രാത്രി എന്തിനാണ് നിങ്ങൾ പുറത്തു പോയത്? ലേറ്റ് നൈറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നീ കുടിച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ പാരിമയുടെ അടുത്തും തെറ്റുണ്ടെന്നുള്ള രീതിയിൽ എതിർഭാഗം വക്കീല് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം പാരിമക്ക് ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് ഉരുകി തീരാ. ഒരു ദിവസം കൊണ്ട് എന്റെ ജീവിതം തന്നെ നശിപ്പിച്ച ആ പയ്യന്മാരെ സ്വതന്ത്രത്തോടുകൂടി പുറത്തു നടത്താണ്. ഇതാണ് നമ്മുടെ നാടിന്റെ നിയമം. ഇതെല്ലാം പാരിമ ആ വാക്കുകൾ കൊണ്ട് ചോദിക്കാതെ അവളുടെ കണ്ണുകൊണ്ട് ചോദിക്കുകയാണ്. ജഡ്ജ് അപ്പോ എത്ര ഇമോഷണൽ ആയിട്ടും കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണമെങ്കിൽ അതിന്റെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണമെന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം ഹീറോയിനും ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്പെക്ടർ കൂടി ഒന്നിച്ച് മീറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ഇതിന് ഒരു സോളിഡ് എവിഡൻസ് തന്നെ നമുക്ക് കിട്ടുമെന്ന് കരുതി അന്വേഷിച്ചു പോകുമ്പോഴാണ് കാറിലുണ്ടായിരുന്ന 5ാമത്തെ പ്രതിയിലെ ഡ്രൈവർ, അവന് ഇതുവരെ പോലീസ് പിടിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നോക്കുമ്പോ അവനും ഒരു കുടുംബസ്ഥനാണ്, ഒരു വൈഫുണ്ട്, ഒരു പെൺകുട്ടി ഉണ്ട്. അങ്ങനെ അവൻ കുടുംബത്തിന് കൂടെയാണ് ജീവിക്കുന്നത്. അവനെ പോലീസ് കൈയോടെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പോലീസാണ് കോടതിയിലേക്ക് കൊണ്ടുവരാണ്. ആ ഒരു സമയത്ത് അവന്റെ മകളെ കൂടി കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു കേസിൽ 5ാമത്തെ പ്രതിക്ക് അയാളുടെ മകളാണ് മുഖ്യമായിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് ഉള്ളത്. ഇന്ന് കോർട്ടില് ആ ഒരു ചെറിയ പെൺകുട്ടി കൊടുക്കാൻ പോകുന്ന ആ ഒരു വാക്ക് വലിയൊരു മാറ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ എല്ലാവരും ഹാജരാകുന്നുണ്ട്.
എതിർകക്ഷി വക്കീല് ഈ പയ്യന്മാരാണ് ഈ കുറ്റം ചെയ്തതെന്ന് തെളിയിക്കാനായിട്ട് അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതി ആ ഒരു ധൈര്യത്തിലിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ഈ കേസിന്റെ പ്രതിയായിട്ടുള്ള ആ ഒരു ഡ്രൈവറുടെ മകളെ തന്നെ ഐ വിറ്റ്നസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ആ മകൾ അവിടെ കയറുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് പാരിമയെ റേപ്പ് ചെയ്ത ആ ഒരു രാത്രി അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോ എന്താണ് ചെയ്തത്, മോൾ എന്താണ് കണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു പെൺകുട്ടി അവളുടെ കണ്ണുകൊണ്ട് ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, ആ 5 പേരില് ബാക്കി 4 പേരും അവർ ഈ പാരിമയെ റേപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സൊക്കെ വേറൊരു കടയിൽ കയറിയിട്ട് മാറ്റി അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഈ ഒരു 5ാമത്തെ പ്രതി മാത്രം അവന്റെ വീട്ടിലേക്ക് പോയി ടെറസിന്റെ മുകളിലാണ് ആ ഒരു ഷർട്ട് കത്തിച്ച് കളഞ്ഞത്. അത് ആ ഒരു മകള് കണ്ണോടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവള് തന്നെ അവളുടെ അച്ഛൻ ഈ ഒരു കേസിലെ മുഖ്യ പ്രതിയാണെന്നുള്ള കാര്യം കോടതിയിലെ ജഡ്ജിനോട് പറയുന്നുണ്ട്. ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ അടുത്ത് എതിർഭാഗം വക്കീല് ചില ക്രോസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുകയാണ്. നീ നിന്റെ അച്ഛന്റെ പേരിൽ തന്നെ കുറ്റം ചുമത്തുന്നുണ്ടല്ലോ, നിനക്കെന്താ നിന്റെ അച്ഛന് ഇഷ്ടല്ലേ, അതുകൊണ്ടാണോ നീ നിന്റെ അച്ഛനെ കുറ്റം പറയുന്നതെല്ലാം ചോദിക്കുമ്പോ ആ ഒരു ചെറിയ പെൺകുട്ടി ആ മൊത്തം കോടതിയിലുള്ള ആൾക്കാർ ഷോക്ക് ആവുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. എന്റെ അച്ഛൻ ഈ ബാധിക്കപ്പെട്ട പാരിമ എന്ന് പറഞ്ഞ ആന്റിനെ മാത്രമല്ല ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, എന്റെ അമ്മയോടും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് എല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ പെൺകുട്ടി പറഞ്ഞതും ഇത് കേട്ട് എതിർഭാഗം വക്കീലിന് പോലും ഒന്നും തന്നെ പറയാനായിട്ട് സാധിക്കുന്നില്ല. അവസാനമായിട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ അവസാനവാദം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഓരോ 20 മിനിറ്റിലും ജനിക്കുന്ന ഓരോ പെൺകുട്ടികളും ഇതുപോലെ ഓരോ അബ്യൂസ്മെന്റിന് ഇരയായിട്ടുണ്ട്. നമ്മളുടെ രാജ്യത്ത് 6 മാസം പ്രായമുള്ള കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല. അത്ര മോശമായിട്ട് നമ്മുടെ രാജ്യം മാറിയതിനുള്ള ഉത്തരവാദിത്തം ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും തന്നെയാണ്. ഇതുപോലെ ബാധിക്കപ്പെട്ട പെണ്ണുങ്ങള് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും നോക്കുന്നത് ആ ഒരു പെൺകുട്ടി നല്ലവളാണോ അതോ മോശപ്പെട്ടവളാണോ എന്നാണ്. ആദ്യം തന്നെ അതാണ് ഇല്ലാതാവേണ്ടത്. ആ ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതാവണം. ഇതിന് ശേഷമെങ്കിലും പെണ്ണുങ്ങളുടെ നേർക്കുണ്ടാവുന്ന ഈ ഒരു ക്രൂരത മാറുമെന്ന് ഞാൻ വിചാരിക്കുകയാണെന്നും പറഞ്ഞ് ഹീറോയിൻ അവളുടെ അവസാനത്തെ വാദം നിർത്തുന്നുണ്ട്. ഈ ജഡ്ജും റേപ്പ് ചെയ്ത ഈ 5 പേരും കുറ്റവാളികളാണെന്ന് വിധി നിശ്ചയിച്ച് അവർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുന്നുണ്ട്. അതിൽ ഓൾറെഡി 2 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 3 പേർക്കാണ് ജയിലിൽ പോകാനുള്ള ശിക്ഷ ലഭിക്കുന്നത്. അവരെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ അംബ്രല്ല കില്ലർ ആയിട്ടുള്ള കാർത്തിക്കും തന്നെ വന്ന് സറണ്ടർ ആവുന്നുണ്ട്. ഇത് കണ്ടു നിന്ന ആ ഒരു പയ്യന്മാരിലെ കുറെ പൈസ എറിഞ്ഞിട്ട് മകനെ രക്ഷിച്ചെടുത്ത ഒരു അച്ഛനുണ്ടായിരുന്നല്ലോ, അവനും തോക്കും കൊണ്ട് വന്ന് കാർത്തിക്കിനെ വെടിവെക്കാനായിട്ട് നോക്കുന്നുണ്ട്. കൃത്യസമയത്ത് പോലീസുകാരും വന്ന് അയാളെ തടഞ്ഞ് അറസ്റ്റ് ചെയ്യാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാർത്തിക്കിനെ കണ്ട ഹീറോയിൻ പോലീസിനെ വിളിച്ച് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം പാരിമയുടെ മകനായിട്ടുള്ള ആ ഒരു 8 വയസ്സുകാരൻ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇത്രയും അക്രമകാരികളാണോ ഈ മനുഷ്യരെന്ന് അവൻ ചിന്തിക്കാണ്. നീ അതൊന്നും നോക്കണ്ട മോനെന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവൻ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. അവസാനം അവൾക്ക് ലഭിക്കേണ്ട നീതി ലഭിച്ചു എന്നുള്ള ഒരു ചെറിയ സന്തോഷത്തോടുകൂടി വീണ്ടും പാരിമ അവളുടെ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ച് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പാരിമക്ക് നീതി കിട്ടിയോ ഇല്ലേന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവാ. താങ്ക്